സമാനതകളില്ലാത്ത വികസന വിപ്ലവങ്ങൾ തീർത്ത് വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ 4-ാം ഡിവിഷനിൽ 5 വർഷങ്ങൾ പൂർത്തീകരിക്കുകയാണ് കൗൺസിലർ കെ സയ്യിദ് ഫൈസൽ അലി തങ്ങൾ. 4-ാം ഡിവിഷനിലെ കാവുംപുറം പ്രദേശത്തെ പ്രതിനിധീകരിച്ച് 5 വർഷങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ ഒരു നാടിന് ലഭിച്ചത് മറ്റാർക്കും ചെയ്തുവെക്കാൻ കഴിയാത്ത നേട്ടങ്ങളാണ്. 2,09,00,000 രൂപ വരുന്ന പ്രവർത്തനങ്ങളാണ് ഈ നാടിനു വേണ്ടി സമർപ്പിച്ചത്. ഡിവിഷനിലെ പ്രധാന ഗ്രാമമാണ് വടക്കേക്കുളമ്പ്. ധാരാളം കർഷക കുടുംബങ്ങളും കൃഷിഭൂമിയും ഉള്ള ഈ പ്രദേശത്തുകാരുടെ ചിരകാല സ്വപ്നമായിരുന്നു ജലസംഭരണത്തിനായി ഒരു VCB നിർമ്മിക്കുക എന്നുള്ളത്. അന്നത്തെ ജലസേചന വകുപ്പ് മന്ത്രിയായ കൃഷ്ണൻകുട്ടി അവറുകളിൽ സമ്മർദ്ദം ചെലുത്തി 60 ലക്ഷം രൂപ ചെലവഴിച്ച് അത് നിർമ്മാണം പൂർത്തിയാക്കി. ഇന്ന് കൃഷിക്കും മറ്റു ആവശ്യങ്ങൾക്കും ധാരാളം ജലം ലഭിക്കുന്നു. ഫൈസൽ തങ്ങളുമായിട്ടുള്ള ബന്ധം വളരെ കാലത്തെ ബന്ധമാണ്, വളരെ കൊല്ലങ്ങളായിട്ടുള്ള ബന്ധമാണ്. അദ്ദേഹം പാർട്ടിക്കാരനെ വഴി എൻ്റെ ഒരു സഹോദരനെ പോലെയാണ് ഞാൻ കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം വികസന പ്രവർത്തനങ്ങളിൽ വല്ലാതെ എപ്പോഴും വന്ന് ഓരോരുത്തരെയും കാണുന്ന ഒരു സ്വഭാവമാണുള്ളത്. ഞാൻ ഇറിഗേഷൻ മിനിസ്റ്റർ ആയിരിക്കുമ്പോഴാണ് അവിടെ തടയണ വേണം പറഞ്ഞ് ഏകദേശം 60 ലക്ഷം രൂപയുടെ അതിനു വേണ്ടി ചെലവഴിച്ചു. അത് അദ്ദേഹത്തിൻ്റെ സമ്മർദ്ദമാണ്. അതേപോലെ ഇപ്പോൾ വൈദ്യുതി വകുപ്പ് മന്ത്രിയായാലും അപ്പോഴും ട്രാൻസ്ഫോർമർ മേടിക്കണം എന്ന് പറഞ്ഞ് അവിടെ വോൾട്ടേജിൻ്റെ ക്ഷാമം എന്നൊക്കെ പറഞ്ഞ് 32 ലക്ഷത്തോളം രൂപ അതിലും കിട്ടി. അതുമാത്രമല്ല, എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. പ്രദേശത്തെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് വട്ടപ്പാറയിൽ നിന്നും വടക്കേക്കുളമ്പിലേക്ക് കുടിവെള്ള പൈപ്പ് ലൈൻ നീട്ടുന്നതിന് 21 ലക്ഷം രൂപ ചെലവഴിക്കുകയും ചെയ്തു. വട്ടപ്പാറയുടെ മുകളിലേക്ക് നമ്മളുടെ നിലവിലുള്ള ഇരുമ്പിളിയം കുടിവെള്ള പദ്ധതിയിൽ നിന്ന് വെള്ളം എത്തിക്കാൻ പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കിടപ്പിൻ്റെ പ്രത്യേകത കൊണ്ട് കഴിഞ്ഞിരുന്നില്ല. ആ പ്രദേശക്കാർക്ക് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെ 21 ലക്ഷം രൂപ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഒരു കുടിവെള്ള പദ്ധതി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലായി. തവനൂർ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ഈ നാട്ടുകാരൻ കൂടിയായിട്ടുള്ള ഈ വിനീതൻ മന്ത്രിയായിരുന്ന സമയത്താണ് തങ്ങൾ ഇങ്ങനെ ഒരാവശ്യം പറഞ്ഞുകൊണ്ട് സമീപിക്കുന്നത്. അത് മറ്റൊന്നും നോക്കാതെ തന്നെ അനുവദിച്ചു. അനുവദിക്കുക മാത്രമല്ല, ഒരു പ്രവൃത്തി പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് സമർപ്പിക്കലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ്. അത് നടന്നത് സയ്യിദ് ഫൈസൽ തങ്ങളുടെ നേതൃത്വത്തിലാണ്. കുടിവെള്ളക്ഷാമം നമ്മളെ ഈ 4-ാം ഡിവിഷനിലെ അതും തങ്ങളെ കൊണ്ട് ഉപകാരം ഉണ്ടായിട്ടുണ്ട്. കാലങ്ങളായിട്ടുണ്ടായിരുന്ന വൈദ്യുതി വോൾട്ടേജ് ക്ഷാമം തീർക്കാൻ ഇന്നത്തെ വൈദ്യുതി മന്ത്രിയും തൻ്റെ രാഷ്ട്രീയ ഗുരു കൂടിയായ കൃഷ്ണൻകുട്ടി അവറുകളെ കാണുകയും സംസ്ഥാന വൈദ്യുതി ബോർഡിൻ്റെ 32 ലക്ഷത്തോളം വരുന്ന ഫണ്ട് ഉപയോഗിച്ച് ഒരു ട്രാൻസ്ഫോർമർ സ്ഥാപിക്കുകയും 3-ഫേസ് ലൈൻ വലിക്കുകയും ചെയ്തു. വോൾട്ടേജിനെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗമായിരുന്നു വടക്കേക്കുളമ്പിൻ്റെ ഒരു ഭാഗം. ജനങ്ങളുടെ ബുദ്ധിമുട്ടിലായിരുന്നു. ഇപ്പോൾ അതിന് നല്ലൊരു ട്രാൻസ്ഫോമർ നമുക്ക് കൊടുത്തു തന്നുണ്ട്. വാർഡിലെ അർഹതപ്പെട്ട മുഴുവൻ പേർക്കും പെൻഷൻ അനുവദിച്ചു. അർഹരായ മുഴുവൻ പേർക്കും BPL റേഷൻ കാർഡ് അനുവദിച്ചു. മുഖ്യമന്ത്രിയുടെ ചികിത്സാ സഹായ നിധിയിൽ നിന്നും 50-ലധികം പേർക്ക് ധനസഹായം നൽകി. സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ പുതിയ ലൈറ്റുകൾ സ്ഥാപിച്ചു. നിരവധി റോഡുകൾ നിർമ്മിക്കുകയും പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് 42 ലക്ഷത്തിലധികം രൂപ ചെലവഴിക്കുകയും ചെയ്തു. ഒരു കൗൺസിലർ എന്ന നിലയ്ക്കല്ല അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം. അദ്ദേഹത്തിന് അതിലും മീതെയുള്ള ഒരു കഴിവ് അദ്ദേഹത്തിൻ്റെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. തൻ്റെ സ്വാധീനവും തികഞ്ഞ അർപ്പണബോധവും ഒരുമിച്ചപ്പോഴാണ് ഒരു നാടിൻ്റെ മുന്നേറ്റം സാധ്യമായത്. നിരവധി സാന്ത്വന സേവന ജീവകാരുണ്യ രംഗങ്ങളിൽ സജീവമായ ഇടപെടലാണ് സയ്യിദ് ഫൈസൽ അലി തങ്ങൾ നിർവഹിക്കുന്നത്. മികച്ച നഗരസഭാ അംഗത്തിന് നൽകപ്പെടുന്ന APJ അബ്ദുൽ കലാം ജനമിത്ര പുരസ്കാര ജേതാവ് കൂടിയാണ് നമ്മുടെ വികസന നായകൻ. ഞാൻ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം നമ്മുടെ ഈ വാർഡിലുള്ള മുഴുവൻ ജനങ്ങളുടെയും സഹായ സഹകരണം കൊണ്ടാണ് എനിക്ക് പദ്ധതികളെല്ലാം യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചിട്ടുള്ളത്. സാധാരണഗതിയിൽ നമ്മളൊരു അപേക്ഷ കൊടുത്തത് കൊണ്ടൊന്നും ഒരു പദ്ധതി വരില്ല.
ആ പദ്ധതി യാഥാർത്ഥ്യമാകണമെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരുപാട് ത്യാഗം ചെയ്തെങ്കിൽ മാത്രമേ പദ്ധതികളൊക്കെ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ വാർഡിലെ മുഴുവൻ പ്രദേശങ്ങളിലെയും ജനങ്ങൾ അതത് പ്രദേശത്ത് നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് കൂടെ നിന്ന് സഹായിച്ച് ഇതിൻ്റെ ഫലമായിക്കൊണ്ടാണ് ഈ പദ്ധതികളൊക്കെ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്നെ സഹായിച്ച ഈ നാടിൽ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടി കൂടെ നിന്ന എല്ലാവരോടും എൻ്റെ നന്ദിയും കടപ്പാടും ഞാൻ ഈ സമയത്ത് രേഖപ്പെടുത്തുകയാണ്. 5 വർഷത്തെ സേവന ദൗത്യം പൂർത്തീകരിച്ച വികസന നായകൻ കെ സെയ്ദ് ഫൈസൽ അലി തങ്ങൾ നിലവിൽ ജനതാദൾ സംസ്ഥാന കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗവും KSRTC ഡയറക്ടർ ബോർഡ് അംഗവുമാണ്. കാവുംപുറം വടക്കേക്കുളമ്പ് പ്രദേശത്തെ ജനകീയ പൗരസമിതിയുടെ ആദരങ്ങൾ ഏറ്റുവാങ്ങുകയാണ് വികസന നായകൻ കെ സെയ്ദ് ഫൈസൽ അലി തങ്ങൾ.